ഡോക്ടർ, ഇപ്പോൾ കർക്കിടകത്തിൽ കൂടുതൽ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, പിന്നെ ചില കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ കൊണ്ടുപോകണമെന്നൊക്കെ സാധാരണ ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ കർക്കിടകത്തിൽ ഈ ദഹന പചന പ്രക്രിയകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബയോളജിക്കൽ ക്ലോക്കിലാണ് നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി നമ്മളൊരു ബയോളജിക്കൽ ക്ലോക്കിൽ ഓടിക്കൊണ്ടിരിക്കുക. രാവിലെ കൃത്യമായി ഫുഡ് കഴിക്കുന്നു, ഉച്ചക്കത്തെ ഭക്ഷണം കറക്റ്റ് ആയിരിക്കുന്നു, രാത്രിയിലത്തെ ഭക്ഷണം അതുപോലെ ആയിരിക്കുന്നു. ചില ആൾക്കാർക്ക് വ്യായാമത്തിൻ്റെ അഭാവം കൊണ്ട് ജോലിയുടെ ഈ പ്രശ്നങ്ങൾ കാരണം അത് പറ്റുന്നില്ല, ജോലിക്ക് വ്യായാമത്തിന് പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു അവസരത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും നമ്മളൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ കർക്കിടക മാസത്തിലെങ്കിലും കുറച്ച് കാര്യങ്ങൾ, അതായത് വണ്ടിക്ക് ഒരു സർവീസ് ആവശ്യമല്ലേ, അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് ഒരു സർവീസ് ആവശ്യമാകുന്ന ഒരു ഘട്ടമാണ്. അപ്പം ഈ ഒരു സമയത്ത് പിത്തത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. പിത്തം കുറയാന്ന് പറയുമ്പോൾ ദഹന പ്രക്രിയകൾ കുറഞ്ഞിരിക്കുന്ന സമയം. ആ ഒരു അവസരത്തിൽ ദഹന പ്രക്രിയ കുറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പം സീസണൽ ഫ്രൂട്ടുകളായിരുന്നു പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതെല്ലാം മാറി. അതായത് നമ്മളുടെ വെക്കേഷൻ ടൈമിലായിരുന്നു പണ്ട് ചക്കയും മാങ്ങയും ഒക്കെ കഴിക്കുന്നത്. പക്ഷേ ഇപ്പം കാലത്തിന് തന്നെ മാറ്റങ്ങൾ വന്ന് കാലം തെറ്റി ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പം ഈ സമയത്തൊക്കെ രാത്രി കാലങ്ങളിൽ ഓൾറെഡി മലീമസമായിട്ടും അതുപോലെ ഭൂമി നിരപ്പിൽ വെള്ളം ഉള്ളതുകൊണ്ട് വേരുകൾ ഇതിൻ്റെ ബലങ്ങളിലേക്ക് ആവാഹിച്ച്, അതായത് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് സമയത്തൊക്കെ കഴിക്കുന്ന പോലെ അല്ല, രാത്രി കാലങ്ങളിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ കഫവർദ്ധനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ദഹനത്തിനും പചനത്തിനെയും എല്ലാം നോക്കി, മെറ്റബോളിക്കൽ സ്റ്റേജും ഒക്കെ നോക്കി വേണം ഓരോ ഭക്ഷണം കഴിക്കാനും. അതുപോലെ പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അതാണ് പണ്ട് കർക്കിടക മാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ, അതായത് പത്തിലയും അതുപോലെ മുക്കുടി, അതേപോലെ തന്നെ കർക്കിടക ഉണ്ട, കർക്കിടക കഞ്ഞി, ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർവികർ കൊണ്ടുപോയിരുന്നതിനൊക്കെ ഭയങ്കരമായ ഒരു അടിസ്ഥാന തത്വത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം പണ്ടുള്ളവർക്കെല്ലാം ആരും വലിയ രീതിയിൽ ഇത് നമ്മുടെ ഫിസിയോളജിയും അനാട്ടമിയും ഒന്നും അറിയാതെ തന്നെ അവർ സ്വയമേ അനുഷ്ഠിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു രീതിയാണ്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പം നല്ലൊരു ആരോഗ്യം നമുക്ക് കാഴ്ചവെക്കാനായിട്ട് പറ്റും.